ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ്. നോക്കാം. ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് വൺ, ഹൂ കുഡ് സേ നോ? വൈ കുഡിൻ ജോസഫ് ബാർബറെ സേ നോ ടു മൈക്കിൾ ജാക്സൺ? ആർക്കാണ് നോ പറയാൻ സാധിക്കുക അല്ലേ? എന്തുകൊണ്ടാണ് ബാർബറയ്ക്ക് മൈക്കിൾ ജാക്സനോട് നോ പറയാൻ സാധിക്കാത്തത്? നോക്കാം. Joseph Barbera could not say no to Michael Jackson because Michael Jackson at that time was one of the biggest celebrities of the world. അല്ലേ? മൈക്കിൾ ജാക്സൺ എന്തായിരുന്നു ആ ടൈമിലെ വേൾഡ് വൈഡ് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റിയോട് നോ പറയാൻ കഴിയും? അപ്പം നിങ്ങളെ വിളിച്ചിട്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ വിളിച്ചിട്ട് ഒന്ന് കാണണം, വിജയ് വിളിച്ചിട്ട് പറയണം, ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോ പറയോ മക്കളെ? ഇല്ല അല്ലേ? പറക്കും നമ്മളല്ലേ? അത്രയേ ഉള്ളൂ ഇവരും അല്ലേ? അപ്പൊ എന്ത് ചെയ്യാണ്? അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ നോ പറയാൻ സാധിക്കില്ല. സെക്കൻഡ് വൺ, വൈ ഡിഡ് മൈക്കിൾ ജാക്സൺ കോണ്ടാക്ട് ജോസഫ് ബാർബറ? ഇനി മൈക്കിൾ ജാക്സൺ എന്തിനാണ് ജോസഫ് ബാർബറയെ കോണ്ടാക്ട് ചെയ്തത്? എന്തിനാണ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചത്? Michael Jackson contacted Joseph Barbera to discuss the possibility of working on some project together. അല്ലേ? എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒരുമിച്ച് ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ അല്ലേ? അതിൻ്റെ സാധ്യതയെക്കുറിച്ച് സംസാരിക്കാനാണ് മൈക്കിൾ ജാക്സൺ നമ്മുടെ ജോസഫ് ബാർബറയെ വിളിച്ചത്. Then third question, what does Jackson say about his childhood cartoon friends? ചൈൽഡ്ഹുഡ് സുഹൃത്തുക്കളെ കുറിച്ച്, ചൈൽഡ്ഹുഡ് കാർട്ടൂൺ ഫ്രണ്ട്സിനെ കുറിച്ച് എന്താണ് ജാക്സൺ പറഞ്ഞത്? About his childhood cartoons friends, Jackson says they were all he had when he was a child. അല്ലേ? എന്താണ്? കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവരായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. Then fourth question, how does the author describe Michael Jackson attitude and behavior? മൈക്കിൾ ജാക്സന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതെന്താണ് എന്നാണ്. The author described Michael Jackson as a relaxed, easy going, polite gentleman. അല്ലേ? അത് ആ ബുക്കിലുള്ള വേർഡല്ല, എന്നിരുന്നാൽ പോലും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഈസി ഗോയിങ് ആയിട്ടുള്ള, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ മാന്യമായിട്ട് പെരുമാറുന്ന, വളരെ ശാന്തനായിട്ടുള്ള ഒരു ജെന്റിൽമാനാണ് ആരെന്ന് പറയുന്നത്? മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. Then fifth question, how, in your opinion, did Joseph Barber's cartoon influence Michael Jackson? നിങ്ങളുടെ അഭിപ്രായത്തിൽ മൈക്കിൾ ജാക്സന്റെ ചെറുപ്പം മുഴുവൻ അവരായിരുന്നു സുഹൃത്തുക്കൾ, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മൈക്കിൾ ജാക്സനെ എങ്ങനെയാണ് ഈ ബാർബറയുടെയൊക്കെ കാർട്ടൂണുകൾ ചെറുപ്പത്തിൽ സ്വാധീനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. മൈക്കിൾ ജാക്സൺ വാസ് ദ 8th ചൈൽഡ് ഓഫ് ദ ജാക്സൺ ഫാമിലി. അല്ലേ? മൈക്കിൾ ജാക്സന്റെ അച്ഛൻ്റെ ആ കുടുംബത്തിൽ അവർ 8ാമത്തെ കുട്ടിയായിരുന്നു മൈക്കിൾ ജാക്സൺ. അല്ലേ? 8 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നല്ല ബുദ്ധിമുട്ടാണ് വളർത്താൻ കേട്ടോ. From his young age, Jackson was physically and mentally abused by his father. അല്ല, അദ്ദേഹത്തിൻ്റെ വളരെ കുട്ടി പ്രായത്തിൽ തന്നെ അച്ഛൻ അവനെ എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ചൂഷണം ചെയ്തിരുന്നു. അബ്യൂസ് ചെയ്തിരുന്നു, മീൻസ് ചൂഷണം ചെയ്യുക, പീഡിപ്പിച്ചിരുന്നു. ചൂഷണം ചെയ്തിരുന്നു കേട്ടോ. എൻഡ്യൂറിങ് ഇന്നസെന്റ് റിഹേഴ്സൽസ്. അല്ലേ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടി ഇങ്ങനെ ഡെയിലി ഇത് കിട്ടിക്കൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ആവാം. ആൻഡ് ദ വിപ്പിങ്സ്. അല്ലെ? എന്താ വിപ്പിങ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ? ചാട്ടവാറ് കൊണ്ടുള്ള അടി, അതിനാണ് വിപ്പിങ്സ് എന്ന് പറയാം കേട്ടോ. വിപ്പിങ്സ്. ഓക്കെ, ഡെയിലിയുള്ള ഈ പറച്ചിലുള്ള അതുകൊണ്ടുള്ള റിഹേഴ്സലും വിപ്പിങ്സ്, അടിയും. നെയിം കോളിങ്. എന്താ നെയിം കോളിങ്? പേര് വിളിക്കുകയാണോ? അല്ലേ, ചീത്ത വിളിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ചീത്ത വിളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇങ്ങനൊരു വേർഡ് മീനിങ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ മക്കളെ? അപ്പം നെയിം കോളിങ് എന്താണ്? ചീത്ത വിളിക്കുക, പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത. അപ്പം ഡെയിലിയുള്ള ചീത്തവിളിയും ചാട്ടവാറടിയും ഇതൊക്കെ കൂടെ എന്തായത് ഡെയിലി സെറ്റായിട്ടോ. അപ്പോൾ ജോസഫ് ബാർബറാസ് കാർട്ടൂൺ ഗേവ് ഹിം ജോയ് ഇൻ ഹിസ് മിസറബിൾ ലൈഫ്. അല്ലേ? ആ ഒരു ടൈമിലാണ് ജോസഫ് ബാർബറയുടെ കാർട്ടൂണ് അദ്ദേഹത്തിൻ്റെ മിസറബിൾ പറഞ്ഞാൽ എന്താണ്? ദുരിതപൂർവമായിട്ടുള്ള ജീവിതത്തിൽ സന്തോഷം നൽകിയത് ആ ടൈമിലാണ്. That is why he said the autograph he wrote
ഫോർ ജോസഫ് ബാർബർ. അതുകൊണ്ടാണ് അദ്ദേഹം ജോസഫ് ബാർബറയ്ക്ക് എഴുതിയ ഓട്ടോഗ്രാഫിൽ അദ്ദേഹം എങ്ങനെ എഴുതിയത്, മൈ ഹീറോ ഓഫ് ദ യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഹീറോ, വിത്ത് മൈ താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺസ് ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ് ദേ വർ ഓൾ. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് എല്ലാമായിരുന്നു, ഒരുപാട് കാർട്ടൂൺ സുഹൃത്തുക്കളെ നൽകിയ താങ്കൾക്കാണ് എന്ത് പറയുന്നത്, താങ്ക്സ് പറയുന്നു. ദേവർ ഓൾ അല്ലേ, ഒരു കാലത്ത് അവരായിരുന്നു എൻ്റെ എല്ലാം. ലെറ്റ്സ് റീകോൾ ആൻഡ് ക്രിയേറ്റ് ആക്ടിവിറ്റി 1 അല്ലേ. ഒരുപാട് ആക്ടിവിറ്റി ഒന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ആക്ടിവിറ്റി ഉള്ളൂ. നോക്കാം. The following is the text of the broadcast episode, which features of the famous cartoon artist Joseph Barbera. Sit in group, read carefully and analyze the text of the broadcast, the magic cartoon Joseph Barbera story. അല്ലേ മക്കളെ, ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ റേഡിയോയിലൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ഗസ്റ്റിന് മുമ്പിൽ വിളിച്ച് വരുത്തിയിട്ട് അവരിങ്ങനെ പ്രോഗ്രാം അല്ലേ, ആ പ്രോഗ്രാമാണ് ഈ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട് അല്ലേ, അത് ആരെക്കുറിച്ചുള്ളതാണ്, ജോസഫ് ബാർബറയെ കുറിച്ചാണ്. അത് നിങ്ങൾ നന്നായിട്ട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് അത്യാവശ്യം വായിക്കാനുണ്ടല്ലേ മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് വായിച്ചിട്ട് പോവാം കേട്ടോ. നോക്കാം. ഹലോ എവറി വൺ, ദിസ് ഇസ് നിമ്മി അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ദിസ് ഇസ് RJ എന്നൊക്കെ പറഞ്ഞ ഒച്ചിമിലേക്ക് ഉണ്ടാക്കിയിട്ട് റേഡിയോയിൽ, അതേപോലെ കേട്ടോ. ഹലോ എവറി വൺ, ദിസ് ഇസ് നിമ്മി, വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഫീച്ചറിങ് ദ ഫേമസ് കാർട്ടൂൺ ആർട്ടിസ്റ്റ് ജോസഫ് ബാർബറെ. എല്ലാവരും ക്ഷണിക്കട്ടെ, എല്ലാവരും സ്വാഗതം ചെയ്യാണ് ബാർബറെ ഫീച്ചേഴ്സ് ജോസഫ് ബാർബറെ ആയിട്ടുള്ള എപ്പിസോഡിലോട്ട് കേട്ടോ. വി ആർ ത്രില്ഡ് ടു ഹാവ് ജോസഫ് ബാർബറെ വിത്ത് അസ് ടുഡേ. ഞങ്ങൾ വളരെ ത്രില്ലാണ്, ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആരെ കിട്ടിയിരിക്കുക, 1.5 ഗസ്റ്റിനെയാണല്ലോ അല്ലേ. ആസ് യു നോ, നിങ്ങൾക്കറിയാവുന്നത് പോലെ, നിങ്ങൾക്കറിയാലോ ജോസഫ് ബാർബറ എന്താണ്, അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും അല്ലേ. അപ്പോൾ ദ ലെജൻഡ് ഓഫ് ദ ആനിമേഷൻ ഇൻഡസ്ട്രി ഇസ് എ ജീനിയസ് ബിഹൈൻഡ് ദ ക്യാരക്ടേഴ്സ് ലൈക്ക് ടോം ആൻഡ് ജെറി. ഇൻ ഹിസ് മെമ്മറിയൽ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ടോം ആൻഡ് ജെറി പോലുള്ള വർക്കുകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഇനി പറയുകയാണ് ഇൻ ഹിസ് മെമ്മറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ കളക്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ച ചാപ്റ്റർ കേട്ടോ. അതിൽ ദ ഇങ്ക് ആൻഡ് ദ മെല്ലറി പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ ഭാഗത്ത്, he takes us on fascinating journey and sharing captivating stories of his meeting with Michael Jackson അല്ലേ. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം, ഒരു കഥ പറയുന്നുണ്ട്, മൈക്കൽ ജാക്സണുമായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത്. Join us, we delve into the vivid tapestry of Joseph Barbera's life, illuminating his incredible contribution to the world of life. നമ്മളൊക്കെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാകുന്ന ആ ഒരു ആനിമേഷൻ വേൾഡിലോട്ട്, ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ആ കോൺട്രിബ്യൂഷൻസ് ലോകത്തോട്ടൊക്കെ നമ്മളെ ക്ഷണിക്കുകയാണ് കേട്ടോ. ഇനി നോക്കാം, തുടങ്ങാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത അദ്ദേഹത്തിന് ഇനി തുടങ്ങാണ്. എ ഹേർട്ട്ലി വെൽക്കം ജോസഫ് ബാർബർ അല്ലേ, വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. യു ആർ ദ റൂൾ ഓഫ് ദ ലെജൻഡ്സ് ഓഫ് ആനിമേഷൻ. യുവർ ക്രിയേറ്റീവ് ബ്രില്യൻസ് ഹാസ് എൻ്റർടൈൻഡ് മില്യൺസ് അറൗണ്ട് ദ വേൾഡ് ഇൻക്ലൂഡിങ് മീ അല്ലേ. നിങ്ങളുടെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ്സ് ലക്ഷക്കണക്കിന് ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ എന്ത് ചെയ്യുന്നു, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, എന്നെയും കൂടെ, ഞാനും അതിൽ ഉൾപ്പെടുന്നു എന്നതാണ് അർത്ഥത്തിൽ കേട്ടോ. ഞാൻ ഉൾപ്പെടുന്ന ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനൊരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ഫസ്റ്റ് ചോദ്യം എന്താ മക്കളെ, ക്യാൻ യു ഷെയർ യു എക്സ്പീരിയൻസ് ഓഫ് ക്രിയേറ്റിംഗ് ടോം ആൻഡ് ജെറി സീരീസ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം തന്നെ, ടോം ആൻഡ് ജെറി സീരീസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമോ. അപ്പം എന്താണ് പറയുന്നത്, ടോം ആൻഡ് ജെറി സീരീസ് വാസ് എ മിക്സ് ഓഫ് ഡ്രീംസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഫോർ മീ ആൻഡ് വില്യം ഹന്ന അല്ലേ. വില്യം ഹന്നയുടെയും എൻ്റെയും ഒക്കെ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഇമാജിനേഷൻ്റെയും സ്വപ്നങ്ങളുടെയൊക്കെ ഒരു കൂട്ടമാണ്, ഒരു മിക്സിംഗ് ആണ് ടോം ആൻഡ് ജെറി സീരീസ് എന്ന് പറയുന്നത്. വി ഇമാജിൻ ദ ഫൺ റൈവർലി ബിറ്റ്വീൻ ദ ക്യാറ്റ് ആൻഡ് മൗസ് അല്ലേ. ക്യാറ്റും മൗസും തമ്മിലുള്ള ഒരു പോരാട്ടം, തമാശേറിയ അല്ലേ, ഫുൾ ഓഫ് ജോക്സ് ആൻഡ് ക്ലെവർ മൂമെൻറ്റ്സ് അല്ലേ. ഫുള്ള് തമാശകൾ വന്നാലോ ബുദ്ധിപരമായിട്ടുള്ള മൂമെൻറ്റ്സ് ആയിരുന്നു. ആൻഡ് ദ ഓസം ആനിമേഷൻ ദിസ് ഐഡിയ ബിക്കം ബിലൗഡ് ടോം ആൻഡ് ജെറി സീരീസ്. ഇതൊക്കെ പാടെ കൂടിയിട്ടാണ് എന്ത് വന്നത്, വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടോം ആൻഡ് ജെറി സീരീസ് വന്നത്. We have heard of your meetings with the legendary MJ. MJ എന്നാരാ, മൈക്കിൾ ജാക്സൺ.
Can you share that experience? അല്ലെ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളും മൈക്കിൾ ജാക്സണും നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലതിനെ കുറിച്ച്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്നാണ് ചോദ്യം. വൈൽ വർക്കിംഗ് ആസ് ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് ഫോർ ദ ടോം ആൻഡ് ജെറി മൂവി ഐ ഹാഡ് സം മീറ്റിംഗ് വിത്ത് ദ കിങ് ഓഫ് പോപ്പ് ഹിംസെൽഫ്. ഐ വാണ്ടഡ് ഹിം ടു സിംഗ് ഫോർ ദ മൂവി. അല്ലേ, ഞാൻ ആ ടോം ആൻഡ് ജെറി ചെയ്ത സമയത്ത് അദ്ദേഹത്തെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ മൂവിയിൽ ഒരു പാട്ട് പാടാം എന്നുള്ള ഒരു പർപ്പസിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തത്. ഡിഡ് ഇറ്റ് വർക്കൗട്ട്? അത് എന്നിട്ട് എന്തായി? അത് സക്സസ് ആയോ? പാടിയോ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ആ മീറ്റിംഗ് എന്തായി? സക്സസ് ആയോ? അൺഫോർച്ചുനേറ്റ്ലി, അല്ലേ, നിർഭാഗ്യം എന്ന് പറയട്ടെ, നോ, ഇല്ല. ഫോർ സം റീസൺ അവർ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് വർ നോട്ട് ഇൻട്രസ്റ്റഡ്. എൻ്റെ വലിയ വലിയ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വലിയ വലിയ ടീംസിനൊന്നും അത് ഇപ്പോൾ താല്പര്യമില്ലായിരുന്നു. ആൻഡ് മൈക്കിൾ ജാക്സൺ ഈസ് എ ഫാൻ ഓഫ് കാർട്ടൂൺ. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത് കാർട്ടൂണുകളുടെ ഒരു ഫാനായിരുന്നു. കുഡ് യു ടെൽ us all the time you structure for him? അല്ലേ, അദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്ത ആ ഒരു മീറ്റിംഗ്സിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. MJ really loves cartoon. At one of your meeting, he asked me if I scripted all the Tom and Jerry cartoon. I told him I'll do them. അല്ലേ, ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണോ ടോം ആൻഡ് ജെറി ഫുള്ള് എഴുതുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാനത് വരക്കുന്നേ ഉള്ളൂ. ഹി ബ്രോട്ട് മീ സം പേപ്പർ. അതിനെ കുറച്ച് പേപ്പർ കൊണ്ടു തന്നു. ഐ സ്റ്റാർട്ടഡ് സ്കെച്ചിങ് ഓഫ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ബൗളിംഗ് അലെ ക്യാറ്റ്. അല്ലേ, ഞാനത് വരക്കാൻ തുടങ്ങി. മൈക്കിൾ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ ആൻഡ് വിസ്പറിങ് ഇൻ ഹിസ് ഹൈ തിൻ വോയിസ്, വാവ് ആൻഡ് വാവ്. ഹി വാസ് റിയലി എക്സൈറ്റഡ്. അല്ലേ, അദ്ദേഹം വളരെ തിന്നായിട്ടുള്ള പതുങ്ങിയ ശബ്ദത്തിൽ ബാക്കിൽ ഷോൾഡറിൻ്റെ മുകളിലൂടെ നോക്കിയിട്ട് എന്ത് പറഞ്ഞു? വാവ് വാവ്. അല്ലേ, അതും അദ്ദേഹം അപ്പോൾ എന്താ, ഹി വാസ് റിയലി എക്സൈറ്റഡ്. അത് കണ്ടിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുകയാണ് ചെയ്തത്. Could you tell us about the time when Jackson gave you his autograph? അല്ലേ, അദ്ദേഹം ഓട്ടോഗ്രാഫ് കൊടുത്തല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആ സന്ദർഭത്തെ കുറിച്ച്. When I gave him autographed sketches of Tom and Jerry, I asked him for his autograph. ഞാൻ ടോം ആൻഡ് ജെറി വരച്ച് ഓട്ടോഗ്രാഫ് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് ചോദിച്ചു. He wrote a rather lengthy note and asked me to read it. അല്ലേ, അദ്ദേഹം ഒരു 1.5 നോട്ട് എഴുതിയിട്ട് എന്നോട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഹിസ് വേർഡ്സ് വർ ട്രൂവിലി ടച്ചിങ്. അല്ലേ, ആ വാക്കുകൾ എന്തായിരുന്നു? ശരിക്കും എന്തായിരുന്നു? ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളായിരുന്നു. അല്ലേ മക്കളെ? ദിസ് വാസ് വാട്ട് ഹി റോട്ട്. അദ്ദേഹം എന്താണോ എഴുതിയത് ആ വാക്കുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ, ആൻഡ് with many thanks for all the many cartoon friends you gave me as a child. They were all I had. അല്ലേ, ഇന്നലത്തെയും എൻ്റെ ഹീറോ എനിക്ക് ചെറുപ്പകാലത്ത് ഒരുപാട് കാർട്ടൂൺ സുഹൃത്തുക്കളെ സമ്മാനിച്ചതിന് നന്ദി. അവരായിരുന്നു എൻ്റെ എല്ലാം ഒരു കാലത്ത്. മൈക്കിൾ, ഇറ്റ് വാസ് ട്രൂവിലി സ്പെഷ്യൽ മൊമെന്റ് ഫോർ മീ. അല്ലേ, മൈക്കിൾ ജാക്സന്റെ കൂടെയുള്ള ആ കൂടിക്കാഴ്ച തീർത്തും എന്തായിരുന്നു? വളരെയധികം മനസ്സിന് തട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. In our memory, you mentioned that MJ means Michael Jackson is laid back and courteous. How would you assess his personality? അല്ലേ, അവരുടെ ആ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് മൈക്കിൾ ജാക്സൺ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അല്ലേ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ എന്നാണ് ചോദ്യം. മൈക്കിൾ ജാക്സൺ ഇസ് എ കൈൻഡ് ആൻഡ് ജെന്യുവൻ. അല്ലേ, വളരെ ദയാലു. അല്ലേ, കൈൻഡ് പറഞ്ഞാൽ എന്താ? ദയൊക്കെയുള്ള ആൾ. അല്ലേ, അതേപോലെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ സത്യസന്ധനായിട്ടുള്ള, വളരെ ഹമ്പിളായിട്ട്. ഹമ്പിൾ പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തി കേട്ടോ, അതിനാണ് ഹമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഡിസ്പൈറ്റ് ഓഫ് ഹിസ് ഫെയിം. അല്ലേ, അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു അഹങ്കാരവും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ടു മീ ഹി വാസ് ഓൾവേസ് പൊളൈറ്റ്. അദ്ദേഹം എന്തായിരുന്നു? എപ്പോഴും വളരെ പൊളൈറ്റ് ആയിരുന്നു, ശാന്തനായിരുന്നു. ആൻഡ് അപ്രീഷിയേറ്റബിൾ. അല്ലെ, അപ്രീഷിയേറ്റബിൾ ആണ്, കാരണം ഇയാൾ വാവ് എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തല്ലോ. അല്ലേ, ആൻഡ് ഹി ഹാഡ് എ ജെന്റിൽ വേ ഓഫ് സ്പീക്കിംഗ്. വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. ആൻഡ് ഹി ഈസ് എ അൺഡൗട്ട്ഫുള്ളി ട്രൂവിലി ജെന്റിൽമാൻ. അല്ലേ, വളരെ നല്ല മനുഷ്യനായിരുന്നു. അല്ലേ, പൊതുവെ മൈക്കിൾ ജാക്സനെ കുറിച്ചുള്ള ഒരു പിക്ചർ പറയുമ്പോൾ നമുക്കൊന്നും ഇങ്ങനെയല്ലേ കിട്ടുക. നിങ്ങൾ സൈറ്റിലൊക്കെ നടിച്ചു നോക്കാം, പല രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് റൂമറുകൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് മൈക്കിൾ ജാക്സൺ. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അല്ലേ, ഇവൻ മരണത്തിൽ വരെ പല രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സുകളാണ് കൂടുതലും നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ കഴിയുക കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ നല്ലതാണെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത് കേട്ടോ. ചിലപ്പം എന്തായിരിക്കും ശരി, അതായിരിക്കും, നേരിട്ട് കണ്ടിട്ടുള്ള ആളല്ലേ പറയുന്നത്. ദെൻ ഡു ഹാവ് എ മെസ്സേജ് ഫോർ അവർ ലിസണേഴ്സ്. അല്ലേ, ഇനിയാണ് നമ്മുടെ ഈ കേൾക്കുന്ന ലിസണേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ?
ബി സിൻസിയർ ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻ വാട്ട് എവർ യു ഡു. അല്ലെ, എപ്പോഴും എന്ത് ചെയ്യുക, ആത്മാർത്ഥതയും സത്യസന്ധതയും എന്ത് ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള വ്യക്തിയായിട്ട് നിലനിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. You may have setbacks, you may be rejected, even so don't be disappointed. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ടാവാം, ബാക്കിലോട്ടിലെ സെറ്റ് ബാക്കുകൾ ഉണ്ടാവാം, ഫെയിലിയർ ഉണ്ടാവാം, റിജക്ഷൻ അല്ലേ, ആളുകൾ നിങ്ങളെ റിജക്റ്റ് ചെയ്തേക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിരാശയിലോട്ട് പോകരുത്. എക്സ്പ്ലോർ എവറി ഓപ്പർച്യൂണിറ്റി. ഓരോ അവസരങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക. യു വിൽ ഷുവർലി സക്സസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കും. Okay, thank you for spending some of your valuable time with us. Until next time, keep the laughter alive. This is Nimi signing off. അല്ലേ, റേഡിയോ ഒക്കെ കേൾക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡയലോഗ് അല്ലേ. അപ്പോൾ അതങ്ങ് കഴിഞ്ഞില്ലേ മക്കളെ. അപ്പോൾ ഇത് നമുക്ക് ബുക്കിൽ തന്നതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് എഴുതേണ്ട റിസ്ക് വന്നില്ല. ഇനി എന്താണ് ഇതിമെന്ന് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. നൗ ക്രിയേറ്റ് എ ബ്രോഡ്കാസ്റ്റ് ഫീച്ചറിങ് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി ഓഫ് യുവർ ചോയ്സ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഓൺ യുവർ സ്കൂൾ റേഡിയോ. അല്ലേ, അപ്പോൾ അത് കേട്ടിരുന്ന സ്ഥിതിക്ക് ഇനി നമ്മളിങ്ങനെ സ്വന്തമായിട്ട് ഒരാളെ കുറിച്ച് ഒരു ബ്രോഡ്കാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓഡിയോ പോലെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, അത് റേഡിയോ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി ചെയ്യണം. ഓക്കെ, നോക്കാം, നമുക്ക് ചെയ്യാം അല്ലേ. ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റോറി അല്ലേ. നമ്മൾ ചില്ലറക്കാരൻ എന്നല്ല കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, സച്ചിൻ ടെണ്ടുൽക്കറാണ് ഞാൻ പിടിച്ചെൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാം. Hello everyone, this is Riya. Welcome to this broadcast episode featuring the famous Indian cricketer Sachin Tendulkar. അല്ലേ, അപ്പോൾ എന്താണ് മക്കളെ, ഞാനാണ് റിയാണ്. നമ്മൾ എന്താണ് ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെയാണ്. വി ആർ thrilled to have a Sachin Tendulkar with us today. നമ്മൾ ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ് അല്ലേ. ഈ ഡയലോഗ് ഓർത്ത് വെച്ചോളൂ, ഇങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ടേ, എല്ലായിടത്തും അത് കയറ്റിയാൽ മതി കേട്ടോ. അപ്പം എന്താണ്, എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക കേട്ടോ സച്ചിൻ ടെണ്ടുൽക്കറെ കൊണ്ടുവരാൻ പറ്റിയില്ലേ. ആസ് യു നോ, നിങ്ങൾക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കർ നോൺ ആസ് ദ ഗോഡ് ഓഫ് ദ ക്രിക്കറ്റ് ഓഫ് ഇന്ത്യ, ക്രിക്കറ്റിൻ്റെ ദൈവം അല്ലേ. ഇസ് ദ വൺ ഹൂ ഹാസ് ഇൻസ്പയർഡ് തൗസൻഡ് ഓഫ് യൂത്ത് ടു ടേൺ ടു ക്രിക്കറ്റ് ഫോർ എൻജോയ്മെൻറ്റ് ആൻഡ് ഓൾസോ ദ പ്രൊഫഷനായിട്ടും എൻജോയ്മെൻ്റ് ആയിട്ടും അതുപോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ക്രിക്കറ്റിലോട്ട് കൊണ്ടുവരാൻ, അതിനൊരു ഇൻസ്പിറേഷൻ ആവാൻ സച്ചിൻ ടെണ്ടുൽക്കർക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻ ഹിസ് ഫേമസ് ഓട്ടോഗ്രാഫി ടൈറ്റിൽഡ് പ്ലേയിങ് ഇറ്റ് മൈ വേ, അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫിയിലെ ആത്മകഥയുടെ പേരെന്താണ്, പ്ലേയിങ് ഇറ്റ് മൈ വേ. Sachin Tendulkar talks on the fascinating journey, captivating us with his success and the failures in his career. അല്ലേ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും എല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏത് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് മക്കളെ, പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നത്, മൈ വേ. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി. നോക്കാം. He speaks of his role models and how he overcome the moments of the doubts and crisis. Sachin has really made a game of cricket very popular, especially among the youth of the today. He is widely regarded as one of the greatest batsmen in the history of the cricket, hailed as the world's most prolific batsman of all time. He is the highest run car in the both ODI and Test cricket with more than 80,000 runs and the 50,000 runs. ഇതൊന്നും പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺ എടുത്തു എന്ന് റെസ്പെക്റ്റീവ്ലി. ഹാർട്ട് ഹേർട്ട്ലി വെൽക്കം സച്ചിൻ ടെണ്ടുൽക്കർ. യു ആർ ദ ട്രൂ ഹീറോ ഓഫ് ദ യൂത്ത്. യുവർ പെർഫോമൻസ് ഓൺ ദ ക്രിക്കറ്റ് ഫീൽഡ് ഹാവ് ത്രില്ലഡ് മില്യൺസ് അറൗണ്ട് ദ വേൾഡ്, എക്സ്പെഷ്യലി ഇൻ ഇന്ത്യ. ഐ ടു ആം ദ ഫാൻ ഓഫ് യുവേഴ്സ്. അല്ലേ, വെൽക്കം ചെയ്യുക കേട്ടോ. നമ്മളൊരാളെ വെൽക്കം ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് അത്യാവശ്യം നല്ലൊരു ആമുഖം കൊടുക്കണം. അവരെക്കുറിച്ച് അത്യാവശ്യം നല്ലോണം കാര്യങ്ങൾ അറിയണം, അത്യാവശ്യം നല്ല കാര്യങ്ങൾ കളക്ട് ചെയ്ത് പറയണം. പറഞ്ഞതിന് ശേഷമാണ് അവരെ നമ്മൾ ആ പ്രോഗ്രാമിലോട്ട് വെൽക്കം ചെയ്യുന്നത്. Can you share your experience, your journey to become a god of cricket? അല്ലേ, ആ ഒരു ജേണി അല്ലേ, ക്രിക്കറ്റിൻ്റെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലോട്ട് എത്തിയ നിങ്ങളുടെ ആ ഒരു ജേണി, ആ ഒരു യാത്ര, ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? I took up cricket at the age of 11. അല്ലേ, ഞാൻ 11ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഇതിലോട്ട് വരുന്നത്. I take my test match debut on the 15th November 1989 against the Pakistan in Karachi at the age of 6. അല്ലേ, 16ാമത്തെ വയസ്സിലാണ് മക്കളെ ആദ്യത്തെ കളി കളിക്കാൻ പോകുന്നത് കേട്ടോ. പാകിസ്ഥാനെതിരെയുള്ള മത്സരമായിരുന്നു. I owe a lot of the gratitude to my father. എനിക്കിതിനോട് ഈ ഒരു അവസരം ഇതിനോട് എനിക്ക് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? എൻ്റെ അച്ഛൻ രമേശ് ടെണ്ടുൽക്കർ, മൈ ബ്രദർ അജിത് ആൻഡ് മൈ
കോച്ച് ആൻഡ് അച്രേക്കർ സാർ അല്ലേ, എന്താണ് അച്രേക്കർ എന്ന് പറയാറുണ്ട്, അക്രേക്കർ എന്നും കാണും കേട്ടോ. അച്രേക്കർ സാർ ഇത്രയും ആളുകളോടാണ് അദ്ദേഹത്തിന് അതിനുള്ള നന്ദി പറയാനുള്ളത്. അച്രേക്കർ സാർ വുഡ് പുട്ട് എ 1 rupee കോയിൻ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റെം അല്ലേ, സ്റ്റെമ്മിന്റെ മുകളിൽ ഒരു 1 rupee കോയിൻ വെച്ചു. And the bowler who dismissed me would get the coin അല്ലേ, ഏത് ബൗളറാണ് അത് തട്ടിത്തെറിപ്പിച്ച് ആ കോയിൻ ചെയ്യുന്നത്? ഇഫ് ഐ കംപ്ലീറ്റഡ് ദ സെക്ഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്മിസ് അല്ലേ, ഔട്ട് ആവാതെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഹി വുഡ് ഗീവ് മീ ദ കോയിൻ അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യും, ഈ സച്ചിന് ആ കോയിൻ കൊടുക്കും. ഐ കൺസിഡർ 30 coins ഐ വൺ എമോങ് ദ മോസ്റ്റ് പ്രൈസ്ഡ് പൊസിഷൻ. അങ്ങനെ അദ്ദേഹത്തിന് 13 കോയിൻ വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അദ്ദേഹം ഔട്ട് ആയില്ലാന്ന്. We have heard that you have also faced challenges and doubts and some critics even questions your abilities. How do you deal with അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലംസും ചാലഞ്ചുകളും സംശയങ്ങളും പിന്നെ വിമർശകരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഹെൽത്ത് സംബന്ധമായിട്ട് നിങ്ങളുടെ കഴിവിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിക്ക് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ എങ്ങനെ നേരിട്ടു എന്നാണ് ചോദ്യം. വാട്ട് ഡു യു ഹാവ് ഹേർഡ് ഇസ് റൈറ്റ്. നിങ്ങൾ എന്തൊക്കെയാണോ കേട്ടത് അതൊക്കെ സത്യം തന്നെയാണ്. ഐ ഓൾസോ ഹാഡ് ചാലഞ്ചസ് ആൻഡ് ഡൗട്ട്സ്. ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് സംശയങ്ങളെയും അതേപോലെ തന്നെ ചലഞ്ചുകളെയും ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും ഒക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. സം ക്രിറ്റിക്സ് അവൻ ക്വസ്റ്റ്യൻഡ് മൈ എബിലിറ്റീസ് ആൻഡ് സം ക്രിറ്റിക്സ് ഈവൻ ക്വസ്റ്റ്യൻഡ് മൈ എബിലിറ്റീസ് എന്നാട്ടോ, ഈവൻ എന്നാട്ടോ, യെസ് ഇങ്ങോട്ടുള്ളതാണ്. 7 critics ഈവൻ ക്വസ്റ്റ്യൻഡ് മൈ എബിലിറ്റീസ് വെൻ ഐ ഫെയിൽ ടു സ്കോർ ഇൻ സം മാത്സ് അല്ലേ. ഞാൻ ചില മാത്സിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുമല്ലോ, ചില മാത്സിലൊക്കെ പെട്ടെന്ന് ഔട്ടായൊക്കെ പോകുമ്പോൾ പല ആളുകളും എൻ്റെ കഴിവിനെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ചൂസ് ടു സൈലൻസ് ദം വിത്ത് മൈ അൺവേവറിങ് ഫോക്കസ്. എൻ്റെ ആ ഒരു ഫോക്കസിങ്ങിലോട്ട് കൊടുത്തപ്പോൾ ഞാൻ ബാക്കി അവർക്കൊക്കെ ഞാൻ എന്താ കൊടുത്ത മറുപടി, സൈലൻസ് ആയിരുന്നു. കാരണം എൻ്റെ ലക്ഷ്യത്തിലായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്, ഷീൽ ഡിറ്റർമിനേഷൻ അല്ലേ, എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ തീരുമാനം അല്ലേ, എന്താണ് നേടിയെടുക്കുമെന്നുള്ള അതിലായിരുന്നു എൻ്റെ ഫോക്കസ്. വാട്ട് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്? നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ? I think I am the only player to have scored 100 international centuries അല്ലേ. ഏത് 100 ഇന്റർനാഷണൽ സെഞ്ചുറിയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ് ഞാൻ. ഐ വാസ് ദ ഫസ്റ്റ് ബാറ്റ്മാൻ ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ ഒഡിഐയിൽ. ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യത്തെ ബാറ്റ്മാൻ ആണ്. ഐ എം ദ ഓൺലി പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ 30,000 റൺസ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 30,000 അതിന് മുകളിൽ നേടിയിട്ടുള്ള ആളാണ്. ദ കംപ്ലീറ്റ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹോണേഡ് മീൻ 2014 ബൈ കൺഫറിംഗ് അപ്പോൺ മീ ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ഭാരതരത്നം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോർ ദാൻ ഓൾ ദീസ് വാട്ട് ഐ വാല്യൂഡ് മോസ്റ്റ് ദ ലവ് ദ അഫെക്ഷൻ ഐ ഗെറ്റ് ഫ്രം മൈ ഫെലോ സിറ്റിസൺ. അതിനും അപ്പുറം എൻ്റെ ഫെലോ സിറ്റിസൺസിൻ്റെ അടുത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അച്ചീവ്മെൻറ്റ്സ് തന്നെയാണ് അല്ലേ. ഡു യു ഹാവ് എനി മെസ്സേജ് ഫ്രം അവർ ലിസണേഴ്സ്? ഇനി എന്തെങ്കിലും അല്ലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസണേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബി സിൻസിയർ ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻ വാട്ട് എവർ യു ഡു. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിത്ത് ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് വിൽ ടു സക്സീഡ് യു ക്യാൻ ഓവർകം എനി ഒബ്സ്റ്റാക്കിൾ ഓൺ യുവർ വേ അല്ലേ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം, ഡിറ്റർമിനേഷൻ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനവും ഹാർഡ് വർക്കും അല്ലേ. എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണം, തീരുമാനം എടുത്തിട്ട് കാര്യമില്ല, നന്നായിട്ട് പണിയെടുക്കണം. ഹാർഡ് വർക്കും വിൽ ടു സക്സസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ ഒബ്സ്റ്റാക്കിൾസിനെയും തടസ്സങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ സാധിക്കും. ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ് ബൈ അഡ്വേഴ്സ് ക്രിറ്റിസിസം ഓർ സെറ്റ് ബാക്സ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന പല രീതിയിലുള്ള ക്രിറ്റിസിസം ഉണ്ടാവും അല്ലേ. ആളുകളുടെ പല രീതിക്കുള്ള നിങ്ങളോടുള്ള പ്രശ്നങ്ങളും നിരാശകളും ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും അല്ലേ, വിമർശനങ്ങൾ ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവരുത് എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ പറയാം കേട്ടോ. താങ്ക് യു സച്ചിൻ ടെണ്ടുൽക്കർ ഫോർ സ്പെൻഡിങ് സം ഓഫ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. നിങ്ങളുടെ വിലപ്പെട്ട സമയം, കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് നന്ദി. Continue inspiring the people by telling them to dream high and work hard for the achieving their dreams അല്ലേ. ഇനിയും ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ഹൈ എല്ലാവരുടെ സ്വപ്നങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങളൊരു പ്രചോദനമാവട്ടെ. ദിസ് ഈസ് റിയ സൈനിങ് ഓഫ് അല്ലേ മക്കളെ. ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ
ആളുകൾ ആരെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് തുടക്കവും അവസാനമൊക്കെ ഒന്ന് പഠിച്ച് വെക്കാം കേട്ടോ. ഈ തുടക്കം അവസാനം പഠിപ്പിച്ചാൽ മതി. സെൻറ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണമെന്നില്ല, ഒന്നോ രണ്ടോ കാര്യം ചോദിക്കാൻ മതി. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ഒരാളെക്കുറിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടല്ലോ, അത് എഴുതുക. ബാക്കി തുടക്കവും അവസാനവും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏകദേശം ഇതൊക്കെ ഒരു മാറ്റമില്ലാതെ ആൾക്കാരുടെ പേരൊന്ന് മാറ്റി കൊടുത്താൽ മതി അല്ലേ. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. സെൻറ്ററിൽ നിങ്ങൾക്ക് കഴിയാവുന്ന ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അങ്ങ് എഴുതുക കേട്ടോ. ദെൻ ആക്ടിവിറ്റി 2. To my hero of yesterday, today and the tomorrow, with my thanks for many cartoon files you gave me as a child, they were all hard. അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു അല്ലേ, ഓട്ടോഗ്രാഫിലെ വേർഡുകളാണ്. എന്താണ് ഓട്ടോഗ്രാഫിൽ? ഇന്നലെയും ഇന്നലത്തെയും നാളത്തെയും എൻ്റെ ഹീറോ, എനിക്ക് ചെറുപ്പകാലത്ത് അവരായിരുന്നു എല്ലാം. ആര്? ആ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അല്ലേ, എനിക്ക് എല്ലാമായിരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ. ഒരുപാട് കാർട്ടൂൺ സുഹൃത്തുക്കളെ സമ്മാനിച്ചതിന് നന്ദി എന്ന് പറയുന്ന ഓട്ടോഗ്രാഫ് വാക്കുകളാണ് കേട്ടോ അത്. യു ഹാവ് റീഡ് ദ ഓട്ടോഗ്രാഫ് ജാക്സൺ ഗേവ് ടു ജോസഫ് ബെറാറ അല്ലേ. അങ്ങനെ നിങ്ങൾ ആ ഓട്ടോഗ്രാഫൊക്കെ ഒന്ന് അങ്ങ് വായിക്കുക. എന്നിട്ടോ വാട്ട് ഡസ് ദിസ് ഓട്ടോഗ്രാഫ് ടെൽ യു അബൌട്ട് ജാക്സൺ ചൈൽഡ്ഹുഡ്? ഈ ഓട്ടോഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ജാക്സന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറച്ച് ഐഡിയ കിട്ടും. അതെന്താണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ടെൽസ് മീ ദാറ്റ് ജാക്സൺ ചൈൽഡ് വാസ് ഫുൾ ഓഫ് മിസറി. ഫുള്ള് ദുരന്തങ്ങളായിരുന്നു അല്ലെ, ദുരിതങ്ങളായിരുന്നു. ഹി വാസ് ദ 8th ചൈൽഡ് ഓഫ് ഹിസ് പാരൻസ്. 8ാമത്തെ കുട്ടിയായിരുന്നു. ഫ്രം ഹിസ് യങ് ഏജ് ജാക്സൺ വാസ് ഫിസിക്കലി മെന്റലി അബ്യൂസ്ഡ് ബൈ ഹിസ് ഫാദർ അല്ലേ. ശാരീരികവും മാനസികവുമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ ചൂഷണം ചെയ്തിരുന്നു. Jackson was physically, mentally abused by his father, enduring incessant rehearsal, whipping and name calling അല്ലേ. കണ്ടിന്യൂ ആയിട്ട് എങ്ങനെ ചൂഷണം ചെയ്തിരുന്ന അച്ഛനെ, കണ്ടിന്യൂ ആയിട്ടുള്ള ഈ ബുദ്ധിമുട്ടിക്കലും അതുപോലെ തന്നെ ഇൻസെൻ്റ് ആയിട്ടുള്ള റിഹേഴ്സൽ അല്ലേ, കണ്ടിന്യൂ ആയിട്ടുള്ള റിഹേഴ്സലിലൂടെയും അതേപോലെ ചാട്ടവാറടിയും ഈ പറഞ്ഞ പോലെ നെയിം കോളിംഗ് അല്ലേ, ചീത്തവിളിയിലൂടെ ഒക്കെ ആയിരുന്നു കണ്ടിന്യൂ ആയിട്ടുള്ള റിഹേഴ്സല്. അതേപോലെ ചാട്ടവാറടിയും ചീത്തവിളി ഇതിലൂടെയൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ ടോർച്ചർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഹീ സെഡ് ഇൻ ദ ഓട്ടോഗ്രാഫ് ഹീ റോട്ട് ഫോർ ജോസഫ് ബാർബറെ. അതുകൊണ്ടാണ് അദ്ദേഹം ആ ജോസഫ് ബാർബർക്ക് ഇത് ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ എഴുതിയത്. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമാറോ, വിത്ത് മൈനി താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ് ദേ വർ ഓൾ ഐ ഹാഡ് എന്ന് എഴുതിയത്. ഓക്കെ, ദെൻ how do you think the cartoons of Joseph Barbera helped Michael Jackson in his loneliness? അല്ലേ, മൈക്കിൾ ജാക്സന്റെ ലോൺലിനെസ്സിൽ എങ്ങനെയാണ് ബാർബറയുടെ കാർട്ടൂണുകൾ ഹെൽപ്പ് ചെയ്തത്? ആ ക്വസ്റ്റ്യനും നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ, നോക്കാം. The cartoon of Joseph Barbera helped Michael Jackson in his loneliness by giving him joy അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലുകളെ അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തിട്ടുണ്ട്. The cartoon characters made him laugh and forget his loneliness. അദ്ദേഹത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലുകളെ എന്ത് ചെയ്തു, കുറച്ച് സമയത്തേക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലുകളെ മറക്കാൻ സഹായിച്ചു. മിസറീസ് ആൻഡ് പെയിൻ ഓഫ് അറ്റ് ഹോം അല്ലേ, ദുരിതങ്ങളും വീട്ടിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും അത് മറക്കാൻ സഹായിച്ചു. വി നോ ദാറ്റ് ജാക്സൺ ഹാഡ് ആൻ അബ്യൂസീവ് ഫാദർ ഹു അബ്യൂസിങ് മെന്റലി ഫിസിക്കലി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ മോശമായിരുന്നു, മെന്റലിയും ഫിസിക്കലിയും അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. ദ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഗേവ് ജാക്സൺ സം സൊലാക്സ് ഫ്രം ദ അഗണീസ് ഓഫ് ദ ചൈൽഡ്ഹുഡ് അല്ലേ. ആഗണീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ നിന്ന്, ദുരിതത്തിൻ്റെയും വിഷമത്തിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ആ ഒരു ലോകത്ത് നിന്ന് കുറച്ച് സ്വാതന്ത്ര്യം, സമാധാനം ജാക്സന് ഈ ക്യാരക്ടേഴ്സ് കൊടുത്തു എന്നാണ് പറയുന്നത്. ക്ലിയർ? Has any work of any art influenced you in your childhood? Narrate your experience to the class. അല്ലേ മക്കളെ, ഇനി നിങ്ങളെ ഇതിങ്ങനെ ഏതെങ്കിലും വർക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ? മൈക്കിൾ ജാക്സൺ ഈ കാർട്ടൂണും ടോമാഞ്ചിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയായി. നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ആർട്ട് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു എക്സാമ്പിളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് അല്ല കേട്ടോ, ഇത് എൻ്റെ എക്സ്പീരിയൻസ്, ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എഴുതണം കേട്ടോ. നോക്കാം. It was a beautiful, memorable experience from my childhood that was influenced by a work of art. അല്ലേ, എന്താണ് ഈ വർക്ക് ഓഫ് ആർട്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്, വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. When I was around 80 years old, my parents took me to Sparked art exhibition. അല്ലേ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആർട്ട് എക്സിബിഷൻ കാണാൻ എൻ്റെ പാരൻസ് എന്നെ 8ാം വയസ്സിൽ കൊണ്ടുപോയി. As we worked through galleries, as we walked ആണ്, ഞങ്ങൾ ഇങ്ങനെ നടക്കുക കേട്ടോ,
വർക്ക്ഡ് അല്ല, വാക്ക്ഡ് ത്രൂ ദ ഗാലറീസ് വൺ പെയിന്റഡ് കോട്ട് മൈ ഐ അല്ലേ. ഞങ്ങൾ ആ ഗാലറിയുടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പെയിന്റിങ് എന്ത് ചെയ്തു, എൻ്റെ കണ്ണിൽ അങ്ങ് പെട്ടുപോയി മക്കളെ. ഏതായിരുന്നു ആ പെയിന്റ്? സ്റ്റാറി നൈറ്റ് എന്നായിരുന്നു ആ പെയിന്റിന്റെ പേര് കേട്ടോ. ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രി. ദാറ്റ്സ് ദ നെയിം ഓഫ് ദ പെയിന്റ്. അതായിരുന്നു ആ പെയിന്റിന്റെ പേര്. ഐ വാസ് മെസ്മറൈസ്ഡ് ബൈ സ്വിർലിംഗ് ക്ലൗഡ്സ് അല്ലേ. ഞാനിങ്ങോട്ട് മെസ്മറൈസ് ആയില്ല, ഇങ്ങോട്ട് മയങ്ങി പോവാ കേട്ടോ. ബൈ സ്വിർലിംഗ് ക്ലൗഡ്സ്, അതിലിങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ 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 മനോഹരമായിട്ട് ഇങ്ങനെ സ്വിർല് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് കേട്ടോ. ആൻഡ് ദ സ്റ്റാർ സെറ്റ് അഗെയിൻസ്റ്റ് ഡാർക്ക് ബ്ലൂ സ്കൈ. ആ ഡാർക്ക് ബ്ലൂ സ്കൈൻ്റെ ബേക്കിലായിട്ട് അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? സ്റ്റാർസും ഉണ്ട്. ദ പെയിന്റിങ് സ്പാർക്കിൾഡ് മൈ ഇമാജിനേഷൻ. അതെൻ്റെ വേറെ ലെവൽ ഇമാജിനേഷനിൽ സ്വാധീനിച്ചു. ഐ റിമെമ്പർ സ്റ്റാൻഡിങ് ദർ ഫോർ എ ലോങ് time taking in every details of the painting and this experience. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, അവിടെ കുറേ സമയം നിൽക്കണം. ആ പിക്ചർ എൻ്റെ ഉള്ളിലോട്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്ന പോലെ ഞാൻ അവിടെ കുറേ നേരം നിന്നു. ദിസ് എക്സ്പീരിയൻസ് നോട്ട് ഓൺലി ഇൻട്രൊഡ്യൂസ്ഡ് ടു the world of this experience not only interest to the world of the art but also inspire me to the explore my creativities അല്ലേ. ഇതെനിക്ക് ആർട്ടിൻ്റെ ലോകം പരിചയപ്പെടുത്തി തരുന്ന ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല ഉണ്ടാക്കിയത്, എൻ്റെ ഇമാജിനേഷൻ ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ ലോകത്തേക്ക് എനിക്ക് എന്തായി, ഇതൊരു ഒരു എക്സ്പ്ലോർ ആയി മാറി കേട്ടോ. ഐ ബിഗൻ ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? ചിത്രം വരക്കാനും പെയിൻറ്റ് കൊടുക്കാനും തുടങ്ങി. ആൻഡ് സൂൺ ഡിസ്കവർഡ് ദ പാഷൻ ഓഫ് ആർട്ട്. അങ്ങനെ ആ പെട്ടെന്ന് ആ നിമിഷത്തിൽ ആ ചിത്രം കണ്ടപ്പോഴാണ് എൻ്റെ ഉള്ളിലെ കലാകാരൻ പുറത്ത് ചാടിയത് കേട്ടോ. അങ്ങനെയാണ് ഈ കലയോടുള്ള എൻ്റെ ഒരു പാഷൻ ഞാൻ തിരിച്ചറിഞ്ഞു. ലുക്കിംഗ് ബാക്ക് ഐ റിയലൈസ് അല്ലേ, ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദാറ്റ് സ്റ്റാറി നൈറ്റ് വാസ്. സ്റ്റാറി നൈറ്റ് മീൻസ് ഇതിൻ്റെ പേരാട്ടോ. ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സ്റ്റാറി നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പെയിൻറ്റിങ് വാസ് മോർ ദാൻ ജസ്റ്റ് എ പെയിൻറ്റിങ് ടു മീ. ഇറ്റ് എ ഗേറ്റ് വേ ടു എ വേൾഡ് ഓഫ് ദ ഇമാജിനേഷൻ. അതെന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു പെയിൻറ്റ് മാത്രമായിരുന്നില്ല, അതെൻ്റെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ലോകത്തേക്കുള്ള ഒരു ഗേറ്റ് തന്നെ തുറന്നു തരികയായിരുന്നു മക്കളെ. ഏത് ലോകത്തേക്കുള്ള? ഇമാജിനേഷൻ വേൾഡ്, ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ലോകത്തേക്കുള്ള ഒരു ലോകം തന്നെ ആ ഒരു ചിത്രം കണ്ട നിമിഷം മുതലാണ് വരക്കാനുള്ള ആ ഒരു സ്പാർക്ക് എന്നിലുണ്ടെന്ന് ഞാൻ കണ്ടെത്തുകയും അന്ന് മുതലാണ് ഞാൻ വരക്കാൻ തുടങ്ങിയതും. സോ അവിടെ ആർട്ട് എന്ന് പറയുന്നത് എന്നെ സ്വാധീനിച്ചു എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കിങ്ങനെ വല്ല അനുഭവങ്ങളോ, ഇനിയിപ്പോൾ പല രീതിയിലുള്ള ആർട്ടുകൾ, ചില ആളുകൾക്ക് കളിക്കാനുള്ള കഴിവൊക്കെ ചിലപ്പം ഒരു നിമിഷത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ പാടാൻ, അങ്ങനെയല്ലേ പല പല എക്സ്പീരിയൻസ് ഉണ്ട്. ചില സമയത്ത് ചില ആർട്ട് കാണുമ്പോൾ ആ വ്യക്തിയിൽ അതുവരെ ഇല്ലാത്ത പുതിയ ക്യാരക്ടേഴ്സും ചില സഹാനുഭൂതികളൊക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ച് മാറി ആർട്ടിലൂടെ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആർട്ട് മനുഷ്യരുടെ ലൈഫിൽ നല്ലോണം സ്വാധീനിക്കാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എഴുതുന്നവർക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് എഴുതാം. സോ ഇത്രയേ ഉള്ളൂ അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള 2 ആക്ടിവിറ്റിയും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.